നമസ്കാരം. തന്ത്രി കണ്ഠര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകും. ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. ചിങ്ങം 1-ന് ചുമതലയേൽക്കും. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അടങ്ങുന്ന സമിതിയാണ് ബ്രഹ്മദത്തിന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് വിലയിരുത്തിയത്. തന്ത്രവിദ്യാപീഠത്തിലടക്കം പഠിച്ചതാണെന്നും അച്ഛനോടൊപ്പം ശബരിമലയിൽ സഹായിയായി പ്രവർത്തിച്ചെന്നും സമിതി ദേവസ്വം പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് ചേർന്ന ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുത്തത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ പൂജാ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. മധുര, തിരുമംഗലം, ഹംസപുരം സെൽവകുമാറാണ് അറസ്റ്റിലായത്. മാള അഷ്ടംചിറയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ പിൻസീറ്റിൽ നിന്ന് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ എത്തിയ കാർ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് മാളയിൽ തുടക്കമായി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ പൂജാ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. തമിഴ്നാട് മധുര, തിരുമംഗലം, ഹംസപുരം സ്വദേശി സെൽവകുമാറാണ് അറസ്റ്റിലായത്. മാളയിലെ ഒരു ആക്രിക്കടയിൽ നിന്ന് മോഷണ വസ്തുക്കൾ പോലീസ് വീണ്ടെടുത്തു. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകൾ, ചെമ്പുകുടങ്ങൾ, താമ്പാളങ്ങൾ, പൂജാ സാമഗ്രികൾ എന്നിവ മോഷ്ടിച്ച കേസിലാണ് തമിഴ്നാട് മധുര, തിരുമംഗലം, ഹംസപുരം സ്വദേശി സെൽവകുമാർ അറസ്റ്റിലായത്. ജൂലൈ 20-ാം തീയതി രാത്രി മുതൽ ജൂലൈ 21-ാം തീയതി പുലർച്ചയ്ക്കിടെയാണ് മോഷണം നടന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി ഉപദേവതകളുടെയും ശ്രീകോവിലിന്റെയും മുന്നിലുണ്ടായിരുന്ന ഓട്ടുവിളക്കുകളും ചുറ്റമ്പലത്തിനുള്ളിലെ താമ്പാളങ്ങളും ചെമ്പുകുടങ്ങളും മറ്റു പൂജാ സാമഗ്രികളും മോഷ്ടിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ക്ഷേത്ര പ്രസിഡന്റ് ഉദയഭാനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് മോഷണത്തിന് തലേദിവസം സംശയാസ്പദ സാഹചര്യത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഒരാളെക്കുറിച്ചുള്ള സാക്ഷിമൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. വറവ് സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്ന ജോലിയാണ് പ്രതിക്കുള്ളത്. മോഷ്ടിച്ച സാധനങ്ങൾ ആദ്യം ചാക്കിലാക്കി ഒളിപ്പിച്ച ശേഷം ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാളയിലെ ഒരു ആക്രിക്കടയിൽ നിന്ന് മോഷണ വസ്തുക്കൾ പോലീസ് വീണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ DYSP പ്രമോദിന്റെ നേതൃത്വത്തിൽ SI അതുൽ മോഹൻ, GSCPO മിഥുൻ കൃഷ്ണ, ഷമീർ, അനുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള അഷ്ടമിച്ചിറയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ പിൻസീറ്റിൽ നിന്ന് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ എത്തിയ കാർ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. മാള അഷ്ടമിച്ചിറയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകട സാധ്യത നിറഞ്ഞ സംഭവം. ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ പിൻസീറ്റിൽ നിന്ന് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം പിന്നാലെ എത്തിയ കാർ ഡ്രൈവർ കൃത്യസമയത്ത് ബ്രേക്ക് ചെയ്തതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. തുടർന്ന് സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവ് വാഹനം റോഡരികിലേക്ക് ഒതുക്കി നിർത്തി റോഡിൽ വീണുകിടന്ന സുഹൃത്തിനെ എഴുന്നേൽപ്പിച്ച് സ്ഥലത്ത് നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. യുവാവിന് പരിക്കൊന്നുമില്ലെന്നാണ് വിവരം. മീഡിയ ടൈം, മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജൂലൈ 29 വരെ നടക്കുന്ന അക്വാട്ടിക് മത്സരങ്ങൾ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800ഓളം സ്കൂളുകളിൽ നിന്നായി 2000ഓളം നീന്തൽ താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജൂലൈ 29 വരെ നടക്കുന്ന അക്വാട്ടിക് മത്സരങ്ങളുടെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. നമ്മുടെ രാജ്യങ്ങളുൾപ്പെടെയുള്ള ആളുകളൊക്കെ റാഫേലുൾപ്പെടെ ആളുകളൊക്കെ തന്നെ ആ കാര്യം സൂചിപ്പിച്ചു. ഇന്നലെ 2 ദിവസം മുമ്പ് പെരുമ്പൂട് നടന്ന മത്സരത്തിലും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തിൽ ബഡ്ജറ്റിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് 31-ാം തീയതിയാണ്. ആ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തൃശ്ശൂർ അക്വാട്ടിക് കോൺഗ്രസിൽ തന്നെ സ്ഥാപിക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് നേരത്തെ നടക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വിമ്മിങ്ങിലാണ് നമുക്ക് കൂടുതൽ മെഡലുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അത്ലറ്റിക്സിലും സ്വിമ്മിങ്ങിലുമാണ്
സംസ്ഥാനത്ത് കൂടുതൽ മെഡൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2036 ഒളിമ്പിക്സിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2034 ഒളിമ്പിക്സിൽ സ്വാഭാവികമായും ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന പട്ടികയിൽ കൂട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റാഫി ആന്റണി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ PN ഗോപകുമാർ, ഡോക്ടർ ബിനു കെ രാജ്, PI ആന്റണി, അന്ന ഗ്രേസ് രാജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 11, 14, 17, 19 വയസ്സ് വിഭാഗങ്ങളിലായി 120 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജൂലൈ 27 വരെ പെൺകുട്ടികളുടെ മത്സരങ്ങളും 27 മുതൽ 29 വരെ ആൺകുട്ടികളുടെ മത്സരങ്ങളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800ഓളം സ്കൂളുകളിൽ നിന്നായി 2000ഓളം നീന്തൽ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മീഡിയ ടൈം, മാള. കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനവും പൊതുയോഗവും നടന്നു. ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിൽ 210 ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കർഷക സംഘം ഏരിയ ട്രഷറർ KV ഡേവിസ് അധ്യക്ഷനായി. K അരവിന്ദൻ, സിജി ദേവദാസ്, മോഹൻദാസ്, മോഹൻലാൽ, PB കൃഷ്ണകുമാർ, PK മോഹനൻ, PS സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി താളും തകരയും എന്ന പേരിൽ ഭക്ഷണമേളയും ഔഷധസസ്യ ദശപുഷ്പ പ്രദർശനവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ EK മാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക TS സരിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TP പ്രഹേഷ്, KR സബീഷ്, സീനിയർ അസിസ്റ്റന്റ് ജീവിത എന്നിവർ സംസാരിച്ചു. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ നമ്മുടെ ഭക്ഷണ രീതിയിൽ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രകൃതിദത്തമായ ഔഷധങ്ങളുള്ള സസ്യങ്ങൾ നമ്മൾ ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ ശീലിച്ചു വരുമ്പോൾ നമ്മൾ ആരോഗ്യസ്ഥിതി കൂടും. അതുപോലെ നമ്മുടെ സെൻസസ് കൂടും, ബുദ്ധിശക്തി വർദ്ധിക്കും. ഇതിൻ്റെ ഒക്കെ പ്രധാനമാണ്. ഇതിൻ്റെ മൂല്യങ്ങൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് സാധിക്കണം. ഇതായിട്ട് ഒരു തുടക്കമാകട്ടെ. നിങ്ങൾ വിഭവസമൃദ്ധമായ വളരെ ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? ഇവിടുത്തെ മനുഷ്യന്റെ ഹിന്ദുവിനെ ഉണർത്താനായിട്ട് കഴിയുന്നതായിരിക്കണം വിദ്യാഭ്യാസം. ഇതാണ് വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദുവിനെ ഉണർത്താനായിട്ട് കഴിയണം. ഹിന്ദുവിനെ ഉണർത്താനായിട്ട് കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1966 തന്നെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വിചാരധാരയിലൂടെ. അതുകൊണ്ടാണ് വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിലേറിയ സന്ദർഭത്തിൽ അന്ന് വിദ്യാഭ്യാസ വകുപ്പിന് വേറൊരു പേരാണ് അവർ കിട്ടിയിരിക്കുന്നത്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ്, അല്ലേ? മാനവ വിഭവ വികസന ശേഷി വകുപ്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ആരാണ് നിർവഹിച്ചത്? നിസാരക്കാരനല്ല. ആരാണ്? മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനാണ് ആ വകുപ്പ് കൊടുത്തത്. അദ്ദേഹമാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. അന്ന് മൂലം തന്നെ തുടങ്ങിയവർ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അന്ന് മൂലം തന്നെ സിലബസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. കാരണം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തി നിറക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. PB ഖൈസ്, CK രാമനാഥൻ, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, സുമ ശിവൻ, AM സായൂജ്, ജിതിൻ TR, അഖിൽ K ജോൺസൺ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ പൂജാ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. മധുര, തിരുമംഗലം, ഹംസപുരം സെൽവകുമാറാണ് അറസ്റ്റിലായത്. മാള അഷ്ടംചിറയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ പിൻസീറ്റിൽ നിന്ന് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ എത്തിയ കാർ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് മാളയിൽ തുടക്കമായി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.